മച്ചാനെ മച്ചാനെ ഈ മച്ചാൻ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന ആളാരെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീനാഥ് ബാസി, സൗബിൻ, അങ്ങനെ കുറച്ച് കൂട്ടുകെട്ടാണ്. ഇവർ ഈ മച്ചാൻ എന്ന് വിളിക്കുന്ന സമയത്തും ഇവരൊരു വൈബും ഇവർ തമ്മിലൊരു സിനിമ വരുന്ന സമയത്തും ഒരു കോമഡി ജോണറിലുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കോമഡി പ്രതീക്ഷിച്ച് പോകുന്ന ഓഡിയൻസിന്റെ ട്രാജഡി ആണോ മഞ്ഞുമൽ ബോയ്സ് വരാ? വലിയൊരു സംശയത്തിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. മഞ്ഞുമൽ ബോയ്സിന്റെ ഒരു ലീക്ഡ് അപ്ഡേറ്റ് കണ്ടിരുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയത്. മഞ്ഞുമൽ ബോയ്സിന്റെ ട്രെയിലർ കാണുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ സ്ഥലത്ത് ഇതുവരെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലമായിരിക്കും. കാരണം ഡെവിൾസ് കിച്ചൺ എന്ന് പറയുന്ന ഈ സ്ഥലം പണ്ട് അക്കോർഡിംഗ് ടു ദ ഹിന്ദു മിത്തോളജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ പറയുന്നത് സാത്താന്റെ അടുക്കള എന്നാണ്. അതിന് പറയുന്നതിന് ഒരു വ്യക്തമായിട്ട് റീസൺ ഉണ്ട്. കാരണം ഇവിടെ പോയിക്കുന്ന പല ആൾക്കാരും പെട്ടുപോയിക്കുന്ന സിറ്റുവേഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ അറിയുന്ന ഒരുപാട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്താണ് മഞ്ഞുമൽ ബോയ്സിന്റെ ട്രെയിലർ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതിനുശേഷം ഇവിടെയുള്ള ഒരു സംഭവം എന്താണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. മഞ്ഞുമൽ ബോയ്സ് പറഞ്ഞ സിനിമയുടെ ട്രെയിലറിന്റെ തമ്മിൽ നോക്കുന്ന സമയത്ത് ഇവരെന്തോ ഒരു ഗുഹ പോലെ എന്തോ ഉള്ളിൽ ഇങ്ങനെ കയറിയിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് എന്തിൻ്റെ ഉള്ളിൽ പെട്ടിരിക്കുന്ന പോലെ ഒരു അണ്ടർഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. മുകൾ ഭാഗത്തായിട്ട് വെളിച്ചം കാണാൻ പറ്റുന്നുണ്ട്, താഴെ ഭാഗത്തായിട്ടാണ് ഇവർ നിൽക്കുന്നത്. ഭയങ്കരമായിട്ട് കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഏരിയ ആണ്. അതായത് അധികം ആൾക്കാർ പോവാത്ത ഒരു ഏരിയയിലോട്ട് ഒരു അണ്ടർഗ്രൗണ്ട് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇവരെല്ലാവരും നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഇവരുടെ ഡ്രസ്സ് മറ്റു കാണുന്ന സമയത്ത് ഒരു ലോക്കൽസ് ആയിട്ട് തോന്നില്ല. അതായത് ഒരുപക്ഷെ അവിടേക്ക് ട്രിപ്പ് പോയിക്കുന്ന ആൾക്കാരാണോ എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. ഡെവിൾസ് കിച്ചൺ, സാത്താന്റെ അടുക്കള. ഇവിടെ പറയുന്ന പോലെ ദി ഡെവിൾസ് കിച്ചൺ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൊടൈക്കനാലുള്ള ഒരു സ്ഥലമാണ് ഈ ഗുണ കേവ് എന്ന് പറയുന്നത്. ഗുണ കേവിനെ പറയുന്നത് ഡെവിൾസ് കിച്ചൺ എന്നാണ്. അക്കോർഡിംഗ് ടു ഹിന്ദു മിത്തോളജി, ഹിന്ദുസിന്റെ മിത്തോളജി പ്രകാരം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാണ്ഡവർ ഇവിടെയായിരുന്നു മീലും മറ്റൊക്കെ കുക്ക് ചെയ്തായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതായത് ഇതായിരുന്നു അവരെ കിച്ചൺ എന്നുള്ളൊരു കാര്യമായിരുന്നു പറയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് ഡെവിൾസ് കിച്ചൺ എന്നുള്ളൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജോഗ്രഫിനെയാണ്. ഒരുപാട് മണ്ണൊലിച്ചിലുള്ളൊരു സ്ഥലമാണ് ഈ ഒരു കേവ് എന്ന് പറയുന്നത്, സോയിൽ ഇറോഷൻ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെന്ന് പെടുന്ന ആൾക്കാർ പല ആൾക്കാരും പെട്ടുപോകുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ഫ്രെയിമിനകത്തുള്ള ഒരു സീൻ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ മണ്ണൊലിച്ചതിന് ശേഷം അവിടെ പെട്ട് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ മണ്ണൊലിച്ചലിൻ്റെ മറ്റൊക്കെ ഒരു സ്ഥലം എന്ന് പറയുന്ന സമയത്ത് നല്ല മഴ പെയ്യുന്ന ഒരു സ്ഥലമായിരിക്കാം. അങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് മണ്ണൊലിച്ചൽ സംഭവിച്ചതിന് ശേഷം അവിടെ പെട്ടുപോകുന്ന ഒരു കൂട്ടം ആൾക്കാരെ കഥ പറയുന്ന ഒരു സിനിമയാണ് ഈ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ളൊരു കാര്യം തന്നെ വേണം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട്. ഓ, അപ്പം മഞ്ഞുമൽ എന്ന് പറയുന്ന ടീമാണ്. ജാനൈമൻ ഞാൻ പറയണ്ട. കണ്ടാ, ട്രിപ്പ് പോയിക്കുന്നതാണ് അവര്. ട്രിപ്പ് പോയിക്കുന്ന സമയത്താണ് ഈ സ്ഥലത്ത് നിന്ന് അവർ പെടുന്നത്. നമ്മുടെ നെപ്പോളിയൻ ഗുണ കേവ്. തമിഴ്നാട്ടിലോട്ട് ഈ സ്ഥലം ഗുണ കേവ്. ഫയർഫോഴ്സ് വന്നിട്ടുണ്ട്. ഇത് കോമഡി അല്ല, ഇത് ട്രാജഡിയാണ്. ട്രാജഡി. ചിദംബരം. ക്ലോസ്ഡ്. മഞ്ഞുമൽ ബോയ്സ് നേരത്തെ പറഞ്ഞ പോലെ കോമഡി പ്രതീക്ഷിച്ച് പോയിട്ട് മോനെ ട്രാജഡി ആയാലോ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. കാരണം ഈ ട്രെയിലർ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഗുണ കേവ് എന്ന് പറയുന്ന തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ ടീം പോകുന്നത്. മഞ്ഞുമൽ എന്ന് പറയുന്ന ടീമാണ്. മഞ്ഞുമൽ എന്ന് പറയുന്ന ഒരു സ്ഥലമായിരിക്കാം, അതല്ലെങ്കിൽ മഞ്ഞുമൽ എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ പേരായിരിക്കാം. അങ്ങനെ ഈ ഒരു ടീം ഒരു കുറച്ച് പേര് അടങ്ങുന്നത്, ഐ മീൻ സൗബിൻ, അങ്ങനെ കുറച്ച് പേര്, ശ്രീനാഥ് ബാസി, അങ്ങനെ അടങ്ങുന്ന ഒരു ടീം
ഒരു ട്രിപ്പ് പോയിരിക്കുന്ന സമയത്ത് അവരൊരു സ്ഥലത്ത് നിന്ന് പെടുന്നതും അതിനകത്ത് അവർ പെട്ടുപോകുന്നതും അതുവരെയുള്ള ഒരു കോമഡി ട്രാക്കിൽ നിന്ന് പിന്നീട് ട്രാജഡി ആയിട്ട് മാറുന്ന ലൈക്ക് ഒരു സർവൈവൽ ത്രില്ലറൊക്കെ പോലെ ഫയർഫോഴ്സ് ഒക്കെ വരുന്ന കാണാൻ വരുന്നുണ്ട്. ഗുണ കേവിൻ്റെ ഉള്ളിലോട്ട് പോയിക്കുന്ന ആരും ഇതുവരെ രക്ഷപ്പെട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു കേവിനെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ പോലീസുകാർക്ക് മൊത്തം ഒരു പേടിയാണ്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് കാണാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കേവിൻ്റെ ഉള്ളിൽ ചെന്ന് പെടുന്ന കുറച്ച് കൂട്ടം ആൾക്കാരുടെ കഥ പറയുന്ന കുറച്ച് യങ്സ്റ്റേഴ്സിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. ഇതിനെക്കുറിച്ച് മുമ്പ് സൗബിൻ തന്നെ പറഞ്ഞു തരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് റിയാലിറ്റിയിൽ യഥാർത്ഥമായിട്ട് സംഭവിച്ചേക്കുന്ന ചില കഥകളുടെയൊക്കെ ഒരു ബ്ലെൻഡാണ് ഈ ഒരു സിനിമ എന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. സോ മുമ്പ് സംഭവിച്ചേക്കുന്ന ഒരു കഥ വീണ്ടും ഒരു സിനിമയാക്കി വരുന്നൊരു വൈബിൽ വരുന്നൊരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത്. എനിവേസ് ജാനിമൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ജാനിമൻ എന്ന് പറയുന്ന ഒരു ചെറിയ ബഡ്ജറ്റിൽ വന്നിരുന്ന സിനിമ നല്ല രീതിക്ക് ഹിറ്റായ ഒരു പടം തന്നെയായിരുന്നു. നല്ല കളക്ഷൻ നേടിയിരുന്ന സിനിമയായിരുന്നു. ചെറിയ ബഡ്ജറ്റിൽ വലിയ ക്യാൻവാസിൽ വലിയ ക്യാൻവാസ് അല്ല നല്ലൊരു ക്യാൻവാസിൽ സിനിമ ചെയ്ത് ചെറിയ ലൊക്കേഷൻസ് മറ്റൊക്കെ സിനിമ ചെയ്ത് നല്ല കളക്ഷൻ വരാനായിട്ട് പറ്റുന്ന ഒരു ടീം തന്നെയാണ് ഇപ്പോൾ ഈ നിൽക്കുന്ന എല്ലാവരും എന്ന് പറയുന്നത്. കാരണം എല്ലാവരും പ്രൂവ് ചെയ്തേക്കുന്ന ആൾക്കാരാണ്. സൗബിൻ ആണെങ്കിലും മറ്റൊരുപാട് പേര് പ്രൂവ് ചെയ്തേക്കുന്നതാണ്. ശ്രീനാഥ് ബാസി ഉണ്ട്. ശ്രീനാഥ് ബാസിയുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രീനാഥ് ബാസിക്ക് ബാൻ കിട്ടുന്ന സമയത്ത് അദ്ദേഹം ചെയ്യുന്ന സിനിമ തന്നെയായിരുന്നു. ബാൻ കിട്ടുന്നതിന് മുമ്പ് ചെയ്തിരുന്ന സിനിമ തന്നെയായിരുന്നു. ബാൻ കിട്ടി അതിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നിരുന്ന സമയത്തും ചെയ്തിരുന്ന സിനിമ തന്നെയായിരുന്നു. സോ ഒരു വലിയൊരു ഓർമ്മകളും മറ്റൊക്കെ പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് മഞ്ഞുമൽ എന്ന് പറയുന്നത്. എനിവേസ് ഇതൊരു സർവൈവൽ ത്രില്ലറാണ്. ബേസ്ഡ് ഓൺ എ റിയൽ സ്റ്റോറി എന്ന് പറയുന്ന പോലെ തന്നെ തമിഴ്നാട്ടിലുള്ള ഗുണ കേവ് എന്ന് പറയുന്ന ഒരു കേവിൻ്റെ ഉള്ളിൽ പണ്ട് മുതൽക്ക് ഒരുപാട് പേര് അകപ്പെട്ടേക്കുന്ന ഒരു കേവിൻ്റെ ഉള്ളിൽ ഇവർ അടിച്ചു പൊളിച്ച് പോകുന്ന സമയത്ത് ഇവർ ചെന്ന് പെട്ടുപോകുന്നു. അതിനുശേഷം ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഫയർഫോഴ്സ് മറ്റൊക്കെ വന്ന് ഇവരെ രക്ഷപ്പെടുത്താൻ നോക്കുന്ന ഒരു സിറ്റുവേഷൻ മറ്റൊക്കെയാണ് നമുക്ക് കാണാൻ വരുന്നത്. തമിഴ്നാടിൻ്റെ ഒരു ഉള്ളേരിയ ഗ്രാമമായിട്ടാണ് കാണാൻ വരുന്നത്. അതായത് ഒരു മലമ്പ്രദേശം പോലെ ഒരു സ്ഥലമാണ് നമുക്ക് കാണാൻ വരുന്നത്. അപ്പോൾ അവിടെ അവരുടേതായിട്ടുള്ള കുറേ ട്രഡീഷൻസ് ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറേയധികം ആൾക്കാർ ഇങ്ങനെ അവരുടെ ട്രഡീഷൻസ് ഒക്കെ ചെയ്യുന്നതായിട്ട് നൈറ്റ് ഷോട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ജോഗ്രഫിയും അവിടെയുള്ള ട്രഡീഷൻസ് കാണിക്കുന്ന സമയത്തും അവിടെ ഒരു സർവൈവൽ ത്രില്ലറിൻ്റെ ഒരു സ്മെൽ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എനിവേ സിനിമ എങ്ങനെയുണ്ടാകുന്നൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ നല്ലൊരു ത്രില്ലർ വൈബിൽ തന്നെ ആയിരിക്കും എന്നൊരു കാര്യം എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ടീം ഒന്നിക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഇതിൻ്റെ ജോണർ എന്ന് പറയുന്നത് കോമഡി ആവും. പക്ഷേ ഒരു പകുതിയൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരവിടെ ചെന്ന് പെട്ടതിന് ശേഷം ഒരു സർവൈവർ മോഡിലോട്ട് മാറാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. അറ്റ് ദി സെയിം ടൈം കോമഡി ഉണ്ടാവുന്നൊരു കാര്യം തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇവരൊക്കെ വെറുതെ സംസാരിക്കുന്ന സമയത്ത് പോലും അതിന് എന്തെങ്കിലും കോമഡിക്ക് ഉണ്ടാവാറുണ്ട്. ജാനിമൻ്റെ ഡയറക്ടറാണ് ഈ സിനിമ ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്കകത്ത് ആ ഒരു എലമെൻറ്റ്സ് ജാനിമൻ പോലെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കോമഡികൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് മഞ്ഞുമൽ ബോയ്സ് പറയുന്ന സിനിമയെ കുറിച്ച് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. എനിവേ സിനിമ എന്നാണ് ഇറങ്ങുക എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്മിങ് സൂൺ ഇൻ തിയേറ്റേഴ്സ്. ഡേറ്റ് ഇതുവരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. എനിവേസ് സൗബിൻ, ബാസി ആൻഡ് സുഷിൻ ഈ 3 പേര് കൂടി വരുന്ന സമയത്ത് നല്ല രീതിക്കുള്ള ഒരു ഔട്ട്പുട്ട് പല സിനിമകളും നമ്മൾ കണ്ടേക്കുന്നതാണ്. സുഷിൻ ഷ്യാമിൻ്റെ ബീജത്തിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ഇതിനകത്ത് കാണാൻ വരുന്നുണ്ട്. നല്ലൊരു അടിപൊളി സിനിമ തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടുന്ന് ഉറപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. ആൻഡ് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ സിനിമയെ കുറിച്ച് തോന്നിയത്? മഞ്ഞുമൽ ബോയ്സ് പറയുന്ന സിനിമ നല്ലൊരു സർവൈവൽ ത്രില്ലറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാൾ മുമ്പ് വായിച്ചായിരുന്നു കുട്ടികൾ ഇങ്ങനെ ഒരു കേവിൻ്റെ അകത്ത് അകപ്പെട്ടതിന് ശേഷം അണ്ടർഗ്രൗണ്ടിൽ അകപ്പെട്ടതിന് ശേഷം അവരെ രക്ഷിക്കുന്ന സർവൈവൽ ത്രില്ലർ നമ്മൾ കണ്ടേക്കുന്നതാണ്. അതുപോലത്തെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. സോ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു സിനിമ എന്നുള്ളത് നമുക്ക് കണ്ടന്റ് അറിയണം. എനിവേസ് നല്ലൊരു സ്റ്റഫാണ്, ചെറിയൊരു കഥയാണ്, പക്ഷേ അത് നല്ല രീതിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം തന്നെയാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മയുഗം പോലെ ഒരുപാട് സിനിമകളുടെ റിയാക്ഷൻസ് ആൻഡ് ഡീകോഡിങ്സ് ആൻഡ് ഒരുപാട് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പറയാനായിട്ട് ബാക്കിയുണ്ട്. ആൻഡ് ബൈ ദ ബൈ ടുമാറോ, ഡേ ആഫ്റ്റർ ടുമാറോ ബ്രഹ്മയുഗത്തിൻ്റെ ട്രെയിലർ വരാനായിട്ട് പോവാണ്. 10th 7 മണിക്ക് ബ്രഹ്മയുഗത്തിൻ്റെ ട്രെയിലർ വരാനായിട്ട് പോവാണ്. അതൊരു ഗംഭീര സംഭവം തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബി ടൊണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.